കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലെ 19ാമത്തെ ഗഡു വിതരണം 2000 രൂപ അത് ഈ ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നത്. 2000 രൂപ ലഭിക്കുന്നത് അതായത് ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും. നമ്മളുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ ഈ ആനുകൂല്യത്തിന് വേണ്ടി ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് നമ്മളുടെ ഈ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇലക്ട്രോണിക് KYC ഡൺ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാത്തവരെല്ലാം ഇലക്ട്രോണിക് KYC ചെയ്തേ മതിയാകൂ. ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് KYC നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധി വഴി വർഷത്തിൽ 6000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നമുക്ക് ഈ വർഷം ലഭിക്കേണ്ട അവസാന ഗഡുവാണ് ഇപ്പോൾ വിതരണത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഡിസംബർ ജനുവരി മാസത്തോടെ ഒരു ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായിട്ട് ഈ ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വിതരണത്തിന് വേണ്ടി ഏകദേശം 20,000 കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും വലിയ സഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി ആനുകൂല്യമാണ് ഈ PM കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് 3 ലക്ഷം രൂപ വരെ KCC ലോൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയിലെ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് നിലവിൽ 6000 രൂപ പ്രതിവർഷം ലഭിക്കുന്ന സഹായം അത് ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളുണ്ടാകും. അതുമാത്രമല്ല, ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ തുക വർധനവ് ഏർപ്പെടുത്തി കഴിഞ്ഞു. അതായത് നിലവിൽ നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റിലൂടെ 6000 ലഭിക്കുമ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ് വരെ ലഭിക്കുന്ന സംസ്ഥാനമുണ്ട്. കർഷകർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുള്ള പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാന സർക്കാർ കൂടി മുൻകൈയെടുത്ത് ഇത്തരത്തിൽ തുക വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കാർഷിക മേഖല കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ 6000 രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിലവിലുള്ള കർഷകർക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് വലിയൊരു അംഗീകാരമായിട്ട് തുക വർധനവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലും നടപ്പാവുക തന്നെ ചെയ്യും. ഇപ്പോൾ 6000 ലഭിക്കുന്ന കർഷകർക്ക് 8,000 അല്ലെങ്കിൽ 10,000 രൂപ വരെയായിരിക്കും അങ്ങനെ വരുമ്പോൾ സഹായമായിട്ട് ലഭിക്കുക. നിലവിൽ 3 ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സ്ഥാനത്ത് 4 or 5 ഇൻസ്റ്റാൾമെൻറ്റുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് KYCയോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡ് സീഡിങ് എന്നുള്ളത് നമ്മളുടെ കൃഷിസ്ഥലം അത് വേരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമാക്കിയത് ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ ലിങ്ക് ആയിട്ട് കിടക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് എത്തിച്ചേരും. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു അക്കൗണ്ടിലേക്ക് വരെ ഇങ്ങനെ തുക എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ചില ഗുണഭോക്താക്കൾക്ക് ആധാർ ഉണ്ടാകും, പക്ഷേ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ട് കാണില്ല. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ആധാറുമായിട്ട് സീഡായിട്ടല്ലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ബാങ്കിൽ എത്തിച്ചേർന്ന ഈ ആധാർ മാപ്പിംഗ് ഇവരെ നടത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.